അച്ഛൻ പറയുന്നത് മാവിനടിക്കാനും കൊണ്ടാണ്. ഈ മാവിൻ്റെ ഇല മൊത്തം വണ്ടി നിന്ന് ഈ പരുവാവുക. അപ്പോൾ ഈ മാവിന് അച്ഛൻ ഒരു ഡോസ് മരുന്ന് കൊടുക്കാൻ പോവുകയാണ്. എക്കാല ആക്സ് എന്ന് പറയുന്ന മരുന്ന് അച്ഛൻ കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് മരുന്ന്. അച്ഛൻ ഇത് എത്ര തുള്ളി ഒഴിക്കണം? 4 തുള്ളി മരുന്ന്. ഇതിൻ്റെ 4 തുള്ളി മരുന്ന് എടുക്കുക 1 ലിറ്റർ വെള്ളത്തിൽ. എന്നിട്ട് പശ എത്ര ഒഴിക്കും? 5 ml പശയെ ഒഴിക്കും. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ ഇത്രയും ഒഴിച്ചിട്ട് ഇത് ഈ മാന്തയ്ക്ക് അടിക്കാൻ പോവാണ്. സ്പ്രേ മെഷീനിൽ അടിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് അടിക്കാൻ പോവാണ്. അപ്പോൾ മാവിന് സ്പ്രേ അടിക്കുവാണ് കലക്കി. ഞാൻ പറയുന്നത് മേളിൽ നിന്ന് ഇലയിൽ നിന്ന് ഓരോ ഇലയിലും സ്പ്രേ ചെല്ലണമെന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വല്ല അടിക്കാനുണ്ട് ഇതിൻ്റെ കൂടെ? ഞാൻ പറയാം ഇടയ്ക്കിടയ്ക്ക് കുറുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. മൊത്തം ഇലയിലും കൊള്ളണമെന്നാണ് പറയുന്നത്. ഇലയിലും കമ്പയിലും ഒരുമാതിരി വണ്ടുണ്ടാവും. വണ്ട്, ചെറിയ ഉറുമ്പുകൾ, ഇതൊക്കെയാണ് കടിച്ച് ഇലകളെല്ലാം തിന്നുന്നത്. എങ്ങനെ ഇരുന്ന മാവായിരുന്നു ഇതോ, കണ്ടില്ലേ? ഇത് അച്ഛൻ ഒരു പരുവാക്കി എടുക്കുക. രണ്ടാമത്തെ ഇതോ മാവിൻ്റെ ഒന്നാമത്തെയാണ് ഇത്. അതിൻ്റെ ഐഡിയ ഉണ്ടോ? ചെറിയ ചെറിയ കറുത്ത കരട് മാതിരി അവരൊന്ന് ഇരിക്കുന്നത് ഉണ്ടല്ലേ? ഇല മൊത്തം ഉണ്ടോ? അച്ഛൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ നീര് ഊറ്റി കുടിക്കുക എന്നാണ് പറയുന്നത്. നീര് ഊറ്റി കുടിച്ചിട്ട് ഇല മുറിച്ച് താഴെ ഇടുക. ഉണ്ടോ? ഞാൻ പറയാം എൻ്റെ ദേഹത്ത് വെള്ളമായിരുന്നാണ് പറയുന്നത്. അച്ഛൻ എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. നമ്മുടെ ദേഹത്ത് തൊട്ട് വെള്ളമൊക്കെ വീഴും. എന്ത് ചെയ്യാനെ കൊണ്ട് പറ്റും? ഉണ്ടോ? ബാക്കി അച്ഛൻ പറയുന്നത് ബാക്കി അടുത്ത പേരയ്ക്ക് ഒഴിക്കാനാണ് പറയുന്നത്. ശരിയേ ഉള്ളൂ, ഇല്ല സാധനം. അച്ഛാ തീർന്നു കേട്ടോ. ഇപ്പോൾ കുരുമുളക് തൈക്കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ സുഡോമോണസും വേപ്പെണ്ണയുടെ കലക്കി ഏതാണ്ട് 50 ഗ്രാം സുഡോമോണസും വേപ്പെണ്ണയുടെ കലക്കിയാണ് ഒഴിക്കുന്നത്. ആണ് കുരുമുളകിന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു ഇല ഇട്ടിങ്ങനെ നമ്മളെ ചുവട്ടിലൊക്കെ വീറണം. കായൊക്കെ ഉണ്ട്, കുരുമുളകൊക്കെ ഉണ്ടോ? ഇച്ചിരി വേപ്പെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളൂ. 3-4 തുള്ളി വേപ്പെണ്ണ ഒഴിച്ചു. ഇവിടെ 50 ഗ്രാം. കപ്പ വെള്ളവും കുറച്ച് ഒഴിച്ചു പോരെ? അപ്പം ഇത്രയും ഒഴിച്ചു.